ഹരിയാന ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താമരത്തേരോട്ടം. ഹരിയാനയിൽ 50 സീറ്റുകളിൽ BJP ലീഡ് ചെയ്യുന്നു. ജമ്മു കാശ്മീരിലും കോൺഗ്രസിന് തിരിച്ചടി. 8 സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസ് മുന്നിലുള്ളത്. അതേസമയം ജമ്മു കാശ്മീരിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ ആരംഭിച്ച നാഷണൽ കോൺഫറൻസ്. NC കോൺഗ്രസ് സഖ്യം ഭരണം പിടിച്ചെങ്കിലും കോൺഗ്രസിന് കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞ സീറ്റുകളാണ് ഇത്തവണ നേടാനായത്. സഖ്യമില്ലാതെ ഒറ്റയ്ക്ക് മത്സരിച്ചിട്ടും സീറ്റുകൾ വർദ്ധിപ്പിക്കാനായത് നേട്ടമാണെന്ന് BJP ക്യാമ്പും വിലയിരുത്തുന്നു. नरेंद्र मोदी अभिवाद्यंगल जय जय बीजेपी 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 हरियाणा के अभिवाद्यंगल काश्मीर के अभिवाद्यंगल വിവരങ്ങളുമായി ഹരിയാനയിൽ നിന്നും S നന്ദഗോപനും ജമ്മുവിൽ നിന്നും ജിഷു കൃഷ്ണനും ചേരുന്നു. ആദ്യം നന്ദഗോപനിലേക്ക്. നന്ദഗോപൻ, എല്ലാ പ്രവചനങ്ങളും തെറ്റുകയാണല്ലോ. എക്സിറ്റ് പോളുകൾ പറഞ്ഞു BJPക്ക് തുടർഭരണം ഉണ്ടാവില്ല, 3ാം തവണ BJP അടിപതറും. ഗുസ്തി താരങ്ങൾ ഇത്തവണ BJPയെ മലർത്തി അടിക്കും, അവരുടെ സമരം BJPക്ക് എതിരാകും. അവിടുത്തെ കർഷക സമരം BJPക്ക് വമ്പൻ തിരിച്ചടി നൽകും. അതുമാത്രമല്ല, അഗ്നിവീർ പദ്ധതി സൈന്യത്തിൻ്റെ യുവാക്കളുടെ എതിർപ്പ് മൂലം BJP നിലംപരിശാകും. പക്ഷേ ഇതെല്ലാം തെറ്റിച്ച് ഒരുപക്ഷെ BJP ക്യാമ്പുകളെ പോലും ഞെട്ടിച്ചാണ് ജനങ്ങൾ വീണ്ടും തുടർഭരണത്തിന്, ഹാട്രിക് വിജയത്തിന് BJPക്ക് കൈക്കുമ്പിളിൽ ഹാട്രിക് ഭരണം സമ്മാനിക്കുന്നത്. നന്ദഗോപൻ, കൂടുതൽ വിവരങ്ങൾ. വിനോദ്, നിലവിലിപ്പോൾ AICC ആസ്ഥാനത്ത് ജയറാം രമേശിൻ്റെ വാർത്താ സമ്മേളനം നടക്കുകയാണ്. വാർത്താ സമ്മേളനം ഇപ്പോൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു. ഈ തോൽവിയെ സംബന്ധിച്ച് പഠിക്കുമെന്നുള്ളതാണ് പ്രാഥമികമായി കോൺഗ്രസ് നേതാവ് പവൻ കേൽക്കർ വ്യക്തമാക്കിയത്. അതിനുശേഷം ഇപ്പോൾ ജയറാം രമേശ് സംസാരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയം മുമ്പ് തന്നെ, അല്ലെങ്കിൽ എന്താണ് തോൽവിയുടെ കാരണമെന്നുള്ളത് കോൺഗ്രസ് വ്യക്തമാക്കും. നിലവിൽ ഏതായാലും എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ തന്നെ അതിജീവിച്ചുകൊണ്ട് BJP വലിയ വിജയം നേടിയിരിക്കുകയാണ്. 3ാം തവണയും BJP ഹരിയാനയിൽ അധികാരമേൽക്കാൻ പോകുന്നു. നിലവിൽ 50 സീറ്റുകളിൽ ലീഡ് ചെയ്ത് നിൽക്കുന്നു. ഏതാണ്ട് അല്പസമയത്തിനകം തന്നെ ഏതാണ്ട് പൂർണ്ണമായ ചിത്രം വ്യക്തമാകും. അതായത് BJP കൃത്യമായ എത്ര മണ്ഡലങ്ങളിൽ, 90 നിയമസഭാ മണ്ഡലങ്ങളുള്ള ഹരിയാനയിൽ എത്രയിടങ്ങളിൽ BJP ജയിച്ചു എന്നുള്ളത് കൂടുതൽ വ്യക്തമാകും. നിലവിൽ 50 ഇടങ്ങളിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനോടകം തന്നെ വലിയ ആഘോഷങ്ങൾ BJP ആസ്ഥാനത്തും അതേപോലെ തന്നെ മറ്റ് ഹരിയാനയുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഹരിയാനയുടെ വിവിധ ഭാഗങ്ങളിൽ BJP ഇതിനോടകം തന്നെ വലിയ ആഘോഷങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. റോഹ്തക്കിൽ BJPയുടെ ആസ്ഥാനം കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ ചർച്ചകൾ ആരംഭിച്ചു. ഒപ്പം ഇതിനോടകം തന്നെ BJP ആസ്ഥാനത്ത് JP നദ്ദ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ BJPയുടെ ചുമതലയുള്ള പ്രഭാരിമാരുമായി മറ്റും ചർച്ച നടത്തി. ഇതുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്കും BJP കടന്നിരിക്കുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭ്യമാകുന്നത്. അതേസമയം AICC ആസ്ഥാനത്തെ അവസ്ഥ വളരെ ശോകമുഖമാണ് എന്ന് വേണം വ്യക്തമാക്കുവാൻ. രാവിലെ 8 മണിക്ക് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങിയതിൽ പിന്നെ കോൺഗ്രസിനൊരു വലിയ ലീഡ് നിലയിലേക്ക് അവർ എത്തി. 46 എന്നുള്ള കേവല ഭൂരിപക്ഷവും കടന്ന് 50ലേക്ക് കോൺഗ്രസ് എത്തി നിൽക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പെട്ടെന്ന് തന്നെ അത് താഴേക്ക് പോയി. ഈ 50ലേക്ക് ലീഡ് നില എത്തി നിൽക്കുമ്പോൾ AICC ആസ്ഥാനത്ത് വലിയ കൊട്ടും പാട്ടും വലിയ ആഘോഷങ്ങളും മറ്റുമായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ സംഘടിപ്പിച്ചിരുന്നത്. അതിന് പിന്നാലെയാണ് ലീഡ് നില താഴേക്ക് വന്നതും പിന്നീട് അവിടെ ഒരു മരണവീടിൻ്റെ ഒരു സാഹചര്യം പോലെ AICC ആസ്ഥാനം മാറുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും വലിയ പ്രതീക്ഷയായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5 സീറ്റുകൾ നേടിയ ആത്മവിശ്വാസം കൈമുതലാക്കി
പൂർത്തിയാക്കിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ ഘട്ടത്തിലേക്ക് കോൺഗ്രസ് എത്തിയത്. ഈ ഹൂഡയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് വലിയ രീതിയിലുള്ള പ്രചരണം ബി ജെ പിക്കെതിരെ കാഴ്ചവെച്ചു. നേരത്തെ സൂചിപ്പിച്ച പോലെ കർഷകരെ കൊണ്ട് സമരം ചെയ്യിച്ചു നോക്കി. കർഷകരെ കൊണ്ട് പല രീതിയിൽ ബി ജെ പി വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുവാൻ അവരെ പ്രേരിപ്പിച്ചു. ഒപ്പം ഗുസ്തി താരങ്ങളുടെ സമരത്തിന് പിന്നിൽ ബി ജെ പി കോൺഗ്രസ് ആണെന്ന് വ്യക്തമാകുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം അഗ്നിവീർ പദ്ധതിക്കെതിരെ വലിയ പ്രചരണം യുവജനങ്ങൾക്കിടയിൽ നടത്തുവാൻ ശ്രമിച്ചു. ഇതെല്ലാം പൊളിഞ്ഞ ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഇതെല്ലാം നിഷ്പ്രഭമായി. കോൺഗ്രസിൻ്റെ ആ പ്രചരണങ്ങളൊക്കെ തന്നെ വെറുതെ ആയി എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വ്യക്തമാക്കുന്നു. ഏതായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു ബി ജെ പി ക്യാമ്പുകൾ. ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതിന് പിന്നാലെ തന്നെ മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി പ്രതികരിച്ചതും EVM മെഷീനുകളെ കുറ്റപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലേക്ക് കോൺഗ്രസ് എത്തി നിൽക്കും. എക്സിറ്റ് പോൾ ഫലങ്ങളിലല്ല, ജനങ്ങളിലാണ് വിശ്വാസമെന്നായിരുന്നു നയാബ് സിംഗ് സൈനി അടക്കം പ്രതികരിച്ചത്. അതായത് എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നപ്പോഴും ബി ജെ പിക്ക് 25 എന്നുള്ള കുറഞ്ഞ സീറ്റ് പ്രഖ്യാപിച്ചപ്പോഴും ഒന്നും ബി ജെ പി ആസ്ഥാനത്തോ അല്ലെങ്കിൽ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾക്കിടയിലോ യാതൊരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. വലിയ പ്രതീക്ഷ തന്നെ അവർ വെച്ചു പുലർത്തി. ജനങ്ങളിലാണ് വിശ്വാസം എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷക്കാലം ഭരിച്ച ഭരണ മികവ് അത് ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ട സാഹചര്യമുണ്ട്. അത് വോട്ടായി മാറുമെന്നുള്ള ആത്മവിശ്വാസം തന്നെയായിരുന്നു ബി ജെ പിക്കുള്ളത്. ഒപ്പം തന്നെ ബി ജെ പിയെ ജാട്ട് ഇതര സമൂഹം തുണച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്നത്. 27% ജാട്ട് വോട്ടുകൾ മാത്രമായിരുന്നു, അല്ലെങ്കിൽ ജാട്ട് രാഷ്ട്രീയം മാത്രമായിരുന്നു അവിടെ കോൺഗ്രസ് കാഴ്ചവെച്ചതെങ്കിൽ ബി ജെ പി മറിച്ച് വികസനത്തിൻ്റെ കഥകളായിരുന്നു അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞത്, പങ്കുവെച്ചത്. അതിൻ്റെ ഒരു അനന്തരഫലം ഇപ്പോൾ വോട്ടായി മാറി. അത് വിജയിച്ചിരിക്കുന്നു. ബി ജെ പി ഏതാണ്ട് 50 എന്നുള്ള ഒരു സംഖ്യയിലേക്ക് എത്തിയിരിക്കുന്നു. ആ ഹാട്രിക് വിജയം ബി ജെ പിക്ക് നേടുവാനായിരിക്കുന്നു. വിനോദ്.